ഞാൻ വായിച്ച ഒരു ഷോർട്ട് സ്റ്റോറി നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ട്രെയിൻ, അതിൽ വലിയ തിരക്കൊന്നുമില്ല. അതിലൊരു കമ്പാർട്ട്മെൻറ്റിൽ ഒരു ന്യൂലി മാരീഡ് കപ്പിളും ഉണ്ട്, ഒരു അപ്പനും മോളും ഉണ്ട്. കപ്പിളാണെങ്കിൽ അവരവരുടേതായ ലോകത്താണ്. അവർ ചിരിച്ചും ഇത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവരവിടെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് ഈ മോള്, 24 വയസ്സുള്ള ഈ മോള് വളരെ ഉച്ചത്തിൽ ഈ പിതാവിനോട് സംസാരിക്കുന്നു. അവർക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല ആ കപ്പിളിന്. കാരണം 24 വയസ്സുള്ള ഈ കുഞ്ഞ് പറയുന്നത് ഇതാണ്: പപ്പ നോക്ക്, ട്രീസൊക്കെ ഈ ട്രെയിനിൻ്റെ ബാക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ച് പറയുകയാണ്: പപ്പ, ക്ലൗഡ്സ്, അതുകൊണ്ട് ക്ലൗഡ്സ്, ഓക്കെ, നമ്മുടെ അടുത്തായിട്ട് ക്ലൗഡ്സ് ഉണ്ട്, അതുകൊണ്ട് ദൂരെ ക്ലൗഡ്സിനെ പപ്പ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞ് വളരെ സന്തോഷത്തിലാണ്. വെച്ചിട്ട് ഇങ്ങനെ ഈ കുഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേ ഈ കപ്പിൾ അവർ അസ്വസ്ഥരാകുകയാണ്. അവസാനം ഒരു നിവൃത്തിയില്ലാതെ അവർ ഈ പിതാവിനോട് പറഞ്ഞു: നിങ്ങളുടെ മോളെ വല്ല ഡോക്ടറെയും കാണിച്ചു കൂടെ? ഒരു 24 വയസ്സെങ്കിലും കാണുമല്ലേ കുഞ്ഞിന്? ഇത്രയും വളർന്ന കുഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ട്രീസിനെ കൊച്ച് കണ്ടിട്ടില്ലേ? ക്ലൗഡ്സിനെന്താ ഇത്ര പ്രത്യേകത? ഈ കൊച്ചെന്താ ഇത്രയും ബഹളം വെക്കുന്നത്? ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ യാത്ര. ഒരു ലോങ് ജേണി ഞങ്ങൾക്ക് ചെയ്യേണ്ടതാണ്. എന്നാൽ ഞങ്ങളുടെ യാത്രയുടെ സന്തോഷത്തെ മുഴുവൻ നിങ്ങൾ കെടുത്തിക്കളഞ്ഞു. ആ കൊച്ചിനെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചുകൂടെ? എന്താണ് ഇങ്ങനെ ഈ കുഞ്ഞ് പെരുമാറുന്നത്? അപ്പം ചിരിച്ചുകൊണ്ട് ആ പിതാവ് അവരോട് മറുപടി പറഞ്ഞു: നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടാണ് ഞാൻ മടങ്ങി വരുന്നത്. ഈ കുഞ്ഞ് ജനിച്ചത് മുതൽ ഈ കുഞ്ഞിന് കണ്ണ് കാണത്തില്ല. കഴിഞ്ഞ ദിവസം അതിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ചു. യേശു കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. കാരണം ബൈബിൾ പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ആ വചനം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ വർഷങ്ങൾ കടന്നു പോയത് ഓർത്തില്ല. 24 വയസ്സുണ്ട് അല്ലെ 23 വയസ്സുണ്ട് എന്ന ഞങ്ങളുടെ മുൻപിലുള്ളതായ പ്രശ്നത്തെ വലുതായി കാണാതെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ വലിപ്പത്തെ വലുതായി കണ്ട ആ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഓപ്പറേഷൻ വളരെ സക്സസ്ഫുള്ളായി. കുഞ്ഞിന് കാഴ്ച കിട്ടി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോവുക. ഈ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഈ ട്രീസും ക്ലൗഡ്സും ഒക്കെ കാണുന്നത്. അവൾക്ക് ഞാനിതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്നാൽ അവളുടെ കണ്ണിന് ഒന്നും അത് കാണുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അവൾക്ക് കാഴ്ച കിട്ടിയപ്പം കുറച്ച് ബുക്കൊക്കെ അവളെ കാണിച്ചു. അതിന് ശേഷമാണ് ഞാൻ ഈ ട്രെയിനിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുവന്നത്. അപ്പം ആ റിയലായിട്ടുള്ള കാര്യം, ഈ ഭൂമിയെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ കരവിരുത് കണ്ടപ്പോൾ കിട്ടാതിരുന്ന കാഴ്ച ജീവിതത്തിൽ കിട്ടി എന്ന സന്തോഷത്തിലാണ് ഈ കുഞ്ഞ് പരിസരം മറന്ന് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. പെട്ടെന്ന് അവരെ ലജ്ജിച്ച് അവരുടെ തല അവിടെ താഴ്ത്തുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. കാരണം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അതിപ്രകാരമാണ്: നിങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യരുത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-5 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാര, മുൻപേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണും.